ഇന്നത്തെ ഈ യോഗ തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പട്ടാമ്പി സമസ്തയുടെ ഒരു കീഴ്ഘടകത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് പത്രക്കാരും ചാനലുകാരും ഒക്കെ ചോദിച്ചിരുന്നു, സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞത്, ഈ സ്കൂൾ സമയമാറ്റ കാരണമായിട്ട് മദ്രസയുടെ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. ഇന്ന് ഈ യോഗത്തിൻ്റെ, നിങ്ങൾ കേട്ടല്ലോ, ഈ യോഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളുടെയും 14 ഘടകങ്ങളുണ്ട്. എല്ലാ ഘടകങ്ങളുടെയും പ്രതിനിധികളാണ്, പ്രധാനപ്പെട്ട പ്രതിനിധികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം അത് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. സർക്കാരുമായ ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവുമായി അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് മൂലം, അതായത് കാമണിക്കൂർ രാവിലെയും കാമണിക്കൂർ വൈകുന്നേരം എടുത്തിട്ട് അതാണ് പറയുന്നത്, അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് മൂലം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇത് സംബന്ധമായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ നിവേദനത്തിന് അനുകൂല തീരുമാനമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ പോഷക ഘടകമായ സമസ്ത മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സമരപ്രഖ്യാപനം നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇന്ന് ഫോണിൽ വിളിച്ച് സമസ്തയുമായി ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമസ്ത സമർപ്പിക്കും. അനുകൂല തീരുമാനമുണ്ടാവുന്നില്ലെങ്കിൽ സമരം സമസ്തയുടെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് സമരം കൂടുതൽ ശക്തമാക്കാൻ ഈ യോഗം തീരുമാനിച്ചു. ഇന്നത്തെ ഈ യോഗം തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ തീരുമാനം. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങളും പിന്നോട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരെ ബോധ്യപ്പെടുത്തും. രണ്ട് ബോധ്യപ്പെടുത്തലുകൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ നിന്ന് മൂന്നാമത്തെ ഒരു തീരുമാനം ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു പിടിവാശി മാത്രം ഉള്ള ഒരു സർക്കാരാണെന്നൊക്കെ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ മുൻകൂട്ടി പറ്റുമോ? നല്ല മനസ്കര അതിലുണ്ടാവൂലേ? അതൊക്കെ ഓരോ ഭാഷാ പ്രയോഗങ്ങളല്ലേ. ആദ്യമരൊക്കെ പിടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? വിഷയമാണ് നോക്കേണ്ടത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ പലപ്പോഴും ഈ ഭാഷാ പ്രയോഗങ്ങൾ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ടോ?
തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും, തോന്നുന്നുണ്ടോ? അങ്ങോട്ട് മറിച്ച് ചോദിക്കാണ്. അല്ല, സമസ്തയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? സമസ്തക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളാണല്ലോ ഇപ്പോൾ അത് പറഞ്ഞത്. പറഞ്ഞ ആൾക്ക് തോന്നലുണ്ടോ എന്നല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല. സർക്കാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ലല്ലോ. ഈ സർക്കാർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ സർക്കാർ തീരുമാനിക്കാറിന ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കലാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സർക്കാർ തീരുമാനിക്കണം. അല്ലാതെ സർക്കാരിന് എന്താ തോന്നുന്നു വെച്ചാൽ അങ്ങനത്തെ ഒരു സർക്കാർ ഉണ്ടാവില്ലല്ലോ. അല്ല, സർക്കാർ പറയുന്നത് കോടതിയുടെ കയ്യിലുള്ള കാര്യമാണ്, ഇതിൽ ഏകപക്ഷീയമായിട്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ നിലപാടെടുക്കുക? ഈ കോടതിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കോടതിയിലെ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കോടതി എന്ന് പറഞ്ഞാൽ ഈ കോടതിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുള്ള, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനും അത് പ്രായോഗികമായ മാർഗത്തിലൂടെ അത് കോടതിയെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അതിനെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ പറയാനും അതാണല്ലോ കോടതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോടതി ഇരുന്നിട്ട് വേറെ ആരും ആ റൂമിലേക്ക് കിടക്കണ്ട, അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതാണോ കോടതി? ഈ മതവും വിദ്യാഭ്യാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കണ്ണൂരിൽ പറഞ്ഞത്. മതം എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതമാണ്. അല്ലിൽ ഹയാത്തുൽ ഇസ്ലാം എന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അൽ ഇസ്ലാമു അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ജീവനാഡിയാണ് വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് മാറ്റി നിർത്താൻ കഴിയൂല. ഇവിടെ മദ്രസയിലോ? സമസ്തയിലെ സെക്കൻഡറി മദ്രസകളിലും കുട്ടികൾ അധികമില്ല. അത് കണക്ക് അന്വേഷിക്കാത്തതുകൊണ്ടാണ്, വിവരദോഷമാണ്. സമസ്തയുള്ള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം നേരത്തെ പുറത്ത് വിടപ്പെട്ടതാണ്. പബ്ലിക്കാണ്, പബ്ലിക് ഡൊമൈനാണ്, ആർക്കും കിട്ടാൻ കണക്ക്. ഈ 8 മണിക്ക് സ്കൂൾ തുടങ്ങണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മുമ്പുണ്ടായി. സമയം 8 മണിയൊക്കെ. ആ സമയത്തൊന്നും വലിയ പ്രതിഷേധങ്ങളില്ലാതെ 2007 അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. 2007 പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ തുടങ്ങാന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അന്ന് MA ബേബിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് മദ്രസ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് സമരമുഖത്താണ് പ്രത്യേകിച്ച് സമസ്ത നേതൃത്വം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി 6/1/2008 ചർച്ചയ്ക്ക് വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് ബോധ്യപ്പെടുത്തി മന്ത്രിയെ. അപ്പോൾ മന്ത്രിക്ക് ബോധ്യമായി. പിറ്റേന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ തീരുമാനം പുനഃപരിശോധിക്കും എന്ന് മാത്രമല്ല അത് പിൻവലിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് രേഖ തന്നു. അന്നത് ബോധ്യപ്പെട്ടു. അതേ മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആൾ തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ സമസ്തക്ക് കഴിയും, ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പീക്കർ ഒരു കാര്യം കൂടെ പറഞ്ഞതേ, സ്കൂൾ സമയക്രമത്തിലെ മാറ്റത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കും, ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്നിപ്പോ ഓരോരുത്തരോടെ പറഞ്ഞു സ്പീക്കർ. അതായത് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല സ്പീക്കറും കൂടി പറയുന്നു. അതാണിപ്പം ജിഫ്രി തങ്ങളെ വിളിച്ചെന്നും സമസ്തക്ക് ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാവും. അതിൽ ചർച്ചയുള്ള കൃത്യമായി പറയും. ആ നേരത്തെ പറഞ്ഞല്ലോ.